പുതിയ തലമുറ, ആ തലമുറയുടെ ഏറ്റവും വലിയ ചാബല്യം അശ്ലീലം കാണുന്നതിന് കൂടുതൽ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പുതിയ കാലത്ത് നോക്കൂ നിങ്ങൾ, AI സംവിധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാല. നിങ്ങളുടെ ഓരോ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾ എന്തിലേക്കാ കൂടുതൽ നോക്കിയത്, ഏത് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങളെ കൂടെയുള്ള AI സംവിധാനം പറഞ്ഞു തരുന്ന കാലമാണ്. നിങ്ങളെ മൊബൈൽ ഫോൺ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇന്നത്തെ ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങൾ കിതാബ് നോക്കിയത്, എത്ര മണിക്കൂറാണ് നിങ്ങൾ ഖുർആൻ നോക്കിയത്, എത്ര മണിക്കൂറാണ് ദിക്ർ ചൊല്ലിയത്, എത്ര മണിക്കൂറാണ് അശ്ലീല വീഡിയോ നോക്കിയത് എന്ന് പറയാൻ പറ്റുന്ന സംവിധാനം, നിങ്ങളെ വിചാരണ നടത്താൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്ന് ലഭ്യമാണ് പുതിയ കാലത്ത്. അതുകൊണ്ട് നമ്മൾ സ്വയം ഓരോ ആളുകളും നമ്മളെ വിചാരണ ചെയ്താൽ നമ്മൾക്ക് ഖുശൂ കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കും. മഹാനായ EK ഹസൻ മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മഹാനവർകൾ കൂടുതൽ സമയം മുതാലഅ ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിച്ചു. കിതാബുകൾ എത്ര രാത്രികളിൽ കിതാബ് ഇങ്ങനെ നോക്കിയിരുന്നു. അവിടുത്തെ കണ്ണുകൊണ്ട് എത്ര ഇബാറത്തുകളാ കണ്ടെത്തിയത്. ഒരു ഉസ്താദുമാർക്കും നമ്മുടെ പല ആലിമീകൾ പോലും കാണാത്ത പല ഇബാറത്തുകളും മഹാനവറുകളെ കണ്ടുകൊണ്ട് കണ്ടെത്തിയപ്പോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ശത്രുക്കൾ, ആ ശത്രുക്കളുടെ മുന്നിൽ അതാ സുന്നത്ത് ജമാഅത്ത് ഹക്കായിട്ട് പറഞ്ഞപ്പോൾ അവര് ചിന്തിക്കാത്ത രൂപത്തിലുള്ള മറുപടി പറയാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞത് അവിടുത്തെ കണ്ണിന് അല്ലാഹു കൊടുത്ത വലിയ ബറക്കത്തായിരുന്നു. ചേകന്നൂർ മൗലവിയുമായിട്ട് സംവാദം നടത്തിയപ്പോ ചേകന്നൂർ മൗലവി മരിച്ചുപോയ ആളുകളോട് സഹായം തേടുന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ഓതിക്കൊടുത്ത ആയത്ത് അതേ ഉണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓതിയ ആയത്ത് ഓതി ഈസാ നബി പറഞ്ഞ കാര്യം ഖുർആൻ പറയുന്നുണ്ട്. മൻ അൻസ്വാരി ഇലല്ലാഹ്, മൻ അൻസ്വാരി ഇലല്ലാഹ് എന്ന ആയത്തിൽ അല്ലാഹുവിലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്. അവിടെ പറഞ്ഞ മന്ന്, ആ മന്നിലെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും പെട്ടിട്ടുണ്ട്. വമൻ വമാ വാ അൽ തുസാവി മാ ദുകിർ എന്ന അൽഫിയയിലെ ബൈത്ത് പാടിയിട്ട് അത് ആമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. അപ്പോൾ ഉടനെ തന്നെ ചേകന്നൂർ മൗലവിയുടെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത് മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മരിച്ചുപോയ ആളുകൾ ഹജ്ജിന് പോവേണ്ടി വരുമോ എന്ന് ചേകന്നൂർ മൗലവി വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചു. ഉടനെ തന്നെ പറഞ്ഞ മറുപടി അതേ, മരിച്ചുപോയ ആളുകൾ ഹജ്ജ് ചെയ്യണം, മരിച്ചുപോയ ആളുകൾ ഹജ്ജ് ചെയ്യണം. എങ്ങനെയാണത്? ഒരാൾ മരിച്ചു, ഹജ്ജിനുള്ള എല്ലാ വഴികളും റെഡിയായി, സമ്പത്തുണ്ടായി, എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തര സ്വത്ത് ഓരി വെക്കുന്നതിന്റെ മുമ്പ് ഹജ്ജിന് പോവാനുള്ള മുതലുകൾ എടുത്തു വെക്കണം, എന്നിട്ട് മാത്രമേ സമ്പത്ത് ഓരി വെക്കാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, എത്ര ഗാംഭീര്യത്തോടെയാണ് മഹാനായ EK ഹസൻ ഉസ്താദ് അവർകൾ ആ മറുപടി പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അവിടത്തെ കണ്ണിന് അല്ലാഹു തആല കൊടുത്ത വലിയ പവറാ. അല്ലാഹുവിന്റെ ഖുർആനിലും അതേ പ്രകാരം തന്നെ ഹദീസുകളിലും കിതാബുകളിലും ആഴത്തിലുള്ള മുതാല നിർവഹിച്ചപ്പോ ഹറാമിലേക്ക് നോക്കാനുള്ള സമയമുണ്ടായില്ല. അതേപോലെ രണ്ടാമതായിട്ട് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉത്റുക് ഫുളൂലൽ കലാം, അശ്ലീലമായ സംസാരം ഉപേക്ഷിക്കണം. നമ്മുടെ സംസാരത്തിൽ അശ്ലീലമായ വാക്കുകൾ, അശ്ലീലമായ സംസാരങ്ങൾ ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ ചാനലുകളൊക്കെ, ആ ചാനലുകൾ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി കോമഡി ഫെസ്റ്റിവൽ നടത്തുക. എന്താ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ല മനോഹരമായിട്ട് കളവുകൾ അവതരിപ്പിക്കാനുള്ള സാമർഥ്യം, ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട് കളവുകൾ പറയാൻ എങ്ങനെ കഴിയും എന്നതാണ് ആലോചിക്കുന്നത്. അതിന് പണ്ഡിതന്മാരെ പരിഹസിക്കും. നിങ്ങൾ ആലോചിക്കും, മലപ്പുറം ജില്ലയിൽ ഇപ്പോ 2 ചെറുപ്പക്കാര്, ആ 2 ചെറുപ്പക്കാര് പലപ്പോഴും മുസ്ലിമീങ്ങളായ കാരണവന്മാരുടെ, മുസ്ലിം പണ്ഡിതന്മാരുടെ വേഷം കെട്ടിയിട്ടാണ് ആളുകളെ ചിരിപ്പിക്കുന്നത്. എന്താണ്? അശ്ലീലമായ സംസാരങ്ങൾ മാത്രമേ പറയാറുള്ളൂ.
അവരുടെ യൂട്യൂബിൽ അവരുടെ വീഡിയോകൾ നമ്മുടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തേ കാരണം? അവര് ചിരിപ്പിക്കുന്ന കോമേഡിയൻസുകളാ. ഈ കോമഡി ആളുകള് പറയുന്ന കളവ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈറായ സംസാരം പോലും പറയാറില്ല. പരിശുദ്ധമായ റമദാനിൽ പോലും ആ റമദാനിന്റെ പവിത്രത മാനിക്കാതെ നോമ്പിനെ പോലും പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ വല്ലാതെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കില്ല. മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാ, ഉത്റുക് ഫുളൂലൽ കലാം, നിങ്ങൾ അശ്ലീലമായ സംസാരം ഉപേക്ഷിച്ചാൽ തുവഫഖ ലിൽ ഹിക്മ, അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഇൽമും ഹിക്മത്തും നൽകുന്നതാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം മഹാന്മാര് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൗതികമായ ലോകത്ത് ഒരുപാട് സംവിധാനങ്ങളിൽ അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിപ്പിന്റെ ഹിക്മത്തുകൾ വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് പറയാനുമുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര തഫ്സീറുകൾ ഇമാമിങ്ങൾ എഴുതി വെച്ചു. ഓരോ ആയത്തിന്റെയും ആശയങ്ങൾ നൂറുകണക്കായ പേജുകളിലൂടെ ഉപന്യസിച്ച ഉലമാക്കൾ കഴിഞ്ഞുപോയി. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഹിക്മത്ത് നൽകിയാൽ ആ ഹിക്മത്ത് കൊണ്ട് ഒരുപാട് നന്മ ഈ ലോകത്തുണ്ടാകുമെന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിക്മത്ത് ലഭിക്കണമെങ്കിൽ അതിന് വേണ്ടത് അശ്ലീലമായ സംസാരം ഉപേക്ഷിക്കണം. അശ്ലീലമായ സംസാരം ഉപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാവ് ദിക്റ് കൊണ്ട് ശുഗലാവണം. നമ്മുടെ ഉസ്താദുമാര് നോക്കൂ, നിങ്ങള് നേരം വെളുത്താലും വൈകുന്നേരമായാലും എത്ര സമയമാണ് ഔറാദുകളിൽ ശുഗലാകുന്നത്. നമ്മുടെ ആലിമീങ്ങൾ, ബാലവി ത്വരീഖത്തിന്റെ മശായിഖന്മാർ, ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ ഉസ്താദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടുന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ പോലും നേർച്ചയാക്കാറുണ്ട്. എത്ര വലിയ ഒരാശയമാണത്, സുന്നത്ത് നിസ്കാരങ്ങൾ നേർച്ചയാക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു കാര്യമല്ല, വലിയ പ്രബന്ധമായിട്ട് എഴുതാൻ ഒരു ആശയമുണ്ട് അതിൽ. എന്തുകൊണ്ട്? സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പല ആളുകളും അവഗണിക്കുന്ന, അതൊക്കെ അത്ര വേണമെന്ന് ചിന്തിക്കുന്ന വിഷയത്തെ നേർച്ചയാക്കുന്നതിലൂടെ മഹാനവറുകൾ ചിന്തിച്ചത് എന്താണ്? ഞാൻ അല്ലാഹുവിന് ബാധ്യതയാക്കിയിട്ട് ചില കാര്യങ്ങൾ വെച്ചാൽ മാത്രമേ എന്റെ ശരീരം വഴിപ്പെടുകയുള്ളൂ. രണ്ടാമതായിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് കൂടുതൽ സമയം ദിക്റിലും അതുപോലെ ആയത്തുകൾ ഓതാൻ കഴിയുക. ഫർദ് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചെറിയ സൂറത്തുകളെ ഓതുകയുള്ളൂ. അതേസമയം സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ളുഹ നിസ്കാരം, വിത്ർ നിസ്കാരം, അതുപോലെ റവാത്തിബ് സുന്നത്ത് എത്ര ദീർഘിപ്പിച്ച് നിസ്കരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ട് മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ മുന്നിൽ ദീർഘസമയം സുജൂദിലും അതുപോലെ ഖിയാമിലുമായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർ അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളുടെ നാവ് കൊണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നത് വളരെ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കണമെങ്കിൽ അശ്ലീലമായ വീഡിയോകൾ, കോമഡി ഫിലിമുകൾ, ഇന്ന് നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് പോലും കോമഡി ഫിലിമുകൾ കാണിച്ച് അവരെ കൽബുകൾ കറുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതും അത് കണ്ട് ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ വലിയ ചിലപ്പോഴെല്ലാം മുർത്തദ്ദായി പോവാൻ കാരണമാകും. ഇന്നാലില്ലാ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ.
ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിന്റെ ആമുഖത്തിൽ മഖ്ദൂമമാരി കിതാബുൽ ഇൽമിന്റെ അവിടെ മഹാനവർകൾ ഈ റിദ്ദത്തിന്റെ ബാബ് പറഞ്ഞെടുത്ത് ഇൽമിന്റെ ആളുകളെ പരിഹസിക്കുന്നത്, ഉലമായിനെ പരിഹസിക്കുന്നത്, അതുപോലെ തന്നെ ഇൽമിനെ പരിഹസിക്കുന്നത് മുർത്തദ്ദാവാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തൊരു ചെറുപ്പക്കാരനിക്ക് ഒരു വോയിസ് അയച്ചത് എന്താ, ഒരു ഉസ്താദിന്റെ വാള് സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന വാള, ആ സ്വർഗത്തിനെ കുറിച്ചുള്ള വാള്, ആ വാളെടുത്തിട്ട് സ്വർഗത്തിന്റെ വിശാലത പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. സ്വർഗത്തിന്റെ വിശാലത ഇത് കേട്ടിട്ട് ചെറുപ്പക്കാരൻ പറയാ, ഇതിപ്പോ സ്വർഗത്തിലെത്തിയാൽ നമ്മള് ബുദ്ധിമുട്ടായി പോകും, കാരണം സ്വർഗം അത്രയും ദൂരം ഉണ്ടെങ്കിൽ അവിടെ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഇടങ്ങറാവൂലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിലെ ചർച്ച. ഞാൻ പറഞ്ഞു, സഹോദര, ഇത് ഈമാനിന്റെ വിഷയ, ഇത് കോമഡി ആയിട്ട് പറയേണ്ട വിഷയമല്ല. അതുകൊണ്ട് ഇന്ന് അശ്ലീല സംസാരങ്ങളെ കൊണ്ടാണ്, ഗീബത്തുകളും നമീമത്തുകളും കളവുകളും പറഞ്ഞിട്ടാണ് ചില ചാനലുകളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. കോമഡി ഫെസ്റ്റിവലുകളിൽ മുസ്ലിം കുടുംബങ്ങളാണ് കൂടുതൽ പോയിട്ട് പങ്കാളികളാവുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചിന്തകൾ കൽബിൽ കടന്നുകൂടാൻ പ്രയാസമാണ്. മുതഅല്ലിമീങ്ങളെ, നമ്മുടെ കൽബ് ഹിക്മത്തുള്ള കൽബായാൽ ഇതുപോലത്തെ വലിയ ഉസ്താദുമാരുടെ ആശയങ്ങൾ നമ്മുടെ കൽബിൽ കിട്ടും. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന ഇന്ന് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നത് നല്ല ഹിക്മത്തുള്ള മഹാനായ സുൽത്താനുൽ ഉലമയെ പോലത്തെ, ബഹുമാനപ്പെട്ട ഖലീത്തങ്ങൾ ഉപ്പാപ്പയെ പോലത്തെ, കൊമ്പുസ്താദിനെ പോലത്തെ, മാരായമംഗൽ ഉസ്താദിനെ പോലത്തെ വലിയ മുശാവറ അംഗങ്ങളാ. കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യ മേഖലയിൽ സർവകലാശാല നൽകണമെന്ന് പറഞ്ഞപ്പോഴേക്ക് സമസ്ത മുഷാവറ കൂടിയിട്ട് ആദ്യത്തെ സർവകലാശാലയെ കുറിച്ച് ആലോചിക്കുന്നത് കേരളത്തിലെ ഉലമ പണ്ഡിതന്മാർ ഒരുപാട് അപ്പുറത്തെത്തിപ്പോയി. എന്തുകൊണ്ട്? ഹിക്മത്ത് ഒരു വിഷയം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആലോചിക്കാൻ കഴിയുക എന്നതാണ് ഹിക്മത്തിന്റെ മറ്റൊരർത്ഥമായി മഹാന്മാര് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? ഫുളൂലുൽ കലാമുകൾ കേൾക്കുന്നതോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഉലമാഇന്റെ സ്വഭാവമല്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, ഉത്റുക് ഫുളൂലത്തആം, ഫുളൂലത്തആം, അശ്ലീലമായ ഭക്ഷണത്തെ ഉപേക്ഷിക്കണം. തുവഫഖ ലിൽ ഇബാദ, നിസ്കാരത്തിന് താല്പര്യം വരുന്നില്ല ഉസ്താദേ, സുബഹിക്ക് ജമാഅത്തിന് പോവാൻ കഴിയുന്നില്ല ഉസ്താദേ, സുന്നത്ത് നിസ്കരിക്കാൻ തോന്നുന്നില്ല ഉസ്താദേ. പരാതിക്ക് പരിഹാരമുണ്ട്. നമ്മുടെ ഭക്ഷണങ്ങളെ സൂക്ഷിക്കണം. ഞാൻ വിശദമായിട്ട് പറയാൻ സമയമില്ല, സൗണ്ട് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു തആല നമുക്ക് കാഫിയത്ത് നൽകുമാറാവട്ടെ. ഭക്ഷണം നല്ലോണം സൂക്ഷിക്കണം. മഹാനായ ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചുകൊണ്ട് കഴിച്ചു എന്ന് മാത്രമല്ല, വളരെ ആദരവോടെ കഴിച്ചു എന്ന് മാത്രമല്ല, ഭക്ഷണത്തെ വളരെ ഗൗരവത്തോടെ സമീപിച്ചു. ആളുകൾ ആരോ പറഞ്ഞു, ഉസ്താദേ തടി നോക്കണ്ടേ? ഉസ്താദ് പറഞ്ഞു, അത് നോക്കാനല്ല ഇവിടെ നിൽക്കുന്നത്, അള്ളാന്റെ ദീന് നോക്കാനാ. വിശ്രമം വേണ്ട ഉസ്താദേ, കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. ഉസ്താദ് പറഞ്ഞു, വിശ്രമം ഖബറിലാണ്. അല്ലാഹുവേ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഫുത്റുക് ഫുളൂലത്തആം. ഞാൻ പറയുന്നു, നമ്മളുടെ നാടുകളിലൊക്കെ ലഭ്യമാകുന്ന പല ഭക്ഷണങ്ങളും 100% ഹലാലാണെന്ന് ചിന്തിക്കണം. തൃശ്ശൂരില് SYSന്റെ സമ്മേളനം നടന്നപ്പോ സമ്മേളന നഗരിന്റെ അടുത്തൊരു ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്, പന്നിമാംസം 100% ഹലാൽ. പന്നിമാംസം 100% ഹലാലായ പന്നിമാംസം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പന്നി വാങ്ങുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുണ്ട് എന്നും അത് ഹലാലാണെങ്കിൽ വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന് മുസ്ലിമീങ്ങളെ പലരും വിശ്വസിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കയറാൻ നിൽക്കുമ്പോ ലോട്ടറി കച്ചവടക്കാരിങ്ങനെ വരും. വന്നാൽ ഉസ്താദുമാരെ കണ്ട നേരെ തിരിച്ചോട് പോകും, നമ്മുടെ അടുത്തേക്ക് വരൂല. ഇപ്പോ നമ്മളെ കണ്ട ഉയരെ ഒന്ന് എടുത്തോളി എന്ന് പറയും. എപ്പോ അതിന്റെ അർത്ഥം എന്താന്നുള്ളത് നിങ്ങൾ അർത്ഥം വെച്ചോളൂ, ഞാൻ പറയുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, പന്നിമാംസം പോലും ഹലാൽ എന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന പല മാംസങ്ങളും ഹലാലാണോ എന്ന് നല്ലവണ്ണം ആലോചിക്കണം. എന്നാൽ മാത്രമേ ഇബാദത്തിന് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം സഹകരിക്കുകയില്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരായ വലിയ ആലിമീങ്ങളുടെ ചരിത്രത്തിൽ മുഴുവനും അവര് 100% ഹലാൽ ഭക്ഷിച്ചു.
ഇമാം നബി റളിയല്ലാഹു അൻഹു ഡമസ്കസിൽ നിന്ന് വരുന്ന പഴങ്ങൾ കഴിക്കാറില്ല. കാരണം പറഞ്ഞതെന്താ? ഡമസ്കസിൽ പഴങ്ങൾ ഉണ്ടാക്കുന്ന ഭൂമി വഖഫ് ഭൂമി, പിടിച്ചടക്കിയ വഖഫ് ഭൂമിയാ. അതുകൊണ്ട് ആ പഴങ്ങൾ ഞാൻ കഴിക്കൂല. സുബ്ഹാനല്ലാഹ്. എത്ര മഹാന്മാരുണ്ട് അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തെയും വെള്ളത്തെയും സൂക്ഷിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചില്ല. കാരണം പറഞ്ഞത് സംസം വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറ് ഗവൺമെന്റിന്റെ കയറാണ്, ഗവൺമെന്റിന്റെ സ്വത്ത്. അന്ന് അക്രമികളായ ഭരണകൂടമായതുകൊണ്ട് എനിക്ക് ആ സ്വത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വെള്ളം കുടിക്കൂല. ഇങ്ങനെ നൂറുകണക്കിന് മഹാന്മാരെ സംഭവമുണ്ട്. സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കിട്ടാതെ മരണത്തോട് മല്ലടിച്ച് ബഗ്ദാദിലെ പള്ളിയിൽ കിടക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണവുമായി വന്ന് പള്ളിയിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ റൊട്ടി. ഈ കഴിക്കുന്ന റൊട്ടി കണ്ടപ്പോ ആ മനുഷ്യൻ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു, ഞാനിതാ റൊട്ടി വാങ്ങിയിട്ടുണ്ട്, എന്റെ കൂടെ കഴിച്ചോളൂ. ആ മനുഷ്യന്റെ കൂടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചതാ. കഴിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഈ നാട്ടിൽ എവിടെയെങ്കിലും അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാളെ പരിചയമുണ്ടോ? അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞു, ഞാനാണത്. സുബ്ഹാനല്ലാഹ്. ഈ ഭക്ഷണം നിങ്ങളെ ഭക്ഷണമാണ്. എന്തേ കാരണം? ഞാൻ ദിവസങ്ങളായി ഇവിടെ എത്തിയിട്ട് എന്റെ കയ്യിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഉമ്മ കുറച്ച് പണം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തെരഞ്ഞ് എന്റെ കയ്യിലെ ഭക്ഷണമൊക്കെ തീർന്നപ്പോ നിങ്ങളെ ഉമ്മ തന്ന പണത്തുനിന്ന് ഒരൽപ്പെടുത്തിട്ട് ഞാൻ വാങ്ങിയ ഭക്ഷണാണിത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഹലാല് മാത്രമേ കഴിക്കൂ എന്ന് ചിന്തിച്ച അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, 10 ഗുണം 10 ഗുണം നല്ല ഉമ്മ. അങ്ങനെ ചിന്തിച്ച ഉമ്മമാരോട് ഞാൻ പറയാ, നമ്മുടെ മക്കൾക്കൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഷവർമയും എവിടെന്നെങ്കിലൊക്കെ മാംസമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അതൊക്കെ ഹലാലാവണമെന്ന് ആലോചിക്കണം. നല്ല ചിന്ത വേണം. ഉത്റുക് ഫുദൂല ത്വആമി തുവഫഖ ലിൽ ഇബാദ. ഇബാദത്തിന് നല്ല ശേഷിയും തൗഫീഖ് ഉണ്ടാകും. അവസാനമായിട്ട് ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാ, വതുറുക തജസ്സുസ അലാ ഉയൂബിന്നാസ്. ജനങ്ങളുടെ ന്യൂനതകൾ ഓരോന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങളിലേക്ക് ഓരോ വ്യക്തിയെ കുറിച്ചും അവൻ മോശമാണ് ഇവൻ മോശമാണ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ അഴിബുകളെ കുറിച്ച് അന്വേഷിച്ച് ആ അഴിബുകൾ ഓരോന്ന് നമ്മളെ ശരീരത്തോട് പറഞ്ഞ് നന്നാക്കാൻ നോക്കുക. എന്നാൽ നിന്റെ കൽബ് ശുദ്ധിയാകും. അങ്ങനെ കൽബ് ശുദ്ധിയാകുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ശക്തി ലഭിക്കുക. ആത്മാവ് ശക്തി ലഭിച്ചാലാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും 44 വർഷം കഴിഞ്ഞു മഹാനായ ഉസ്താദ് അവർ വഫാത്തായിട്ട്, പക്ഷേ ഇപ്പോഴും ഓർക്കുന്ന സദസ്സുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എത്ര സ്ഥലത്താ, ഒരുപാട് സ്ഥലങ്ങളിൽ ഹസൻ ഉസ്താദിന്റെ ആണ്ട് അനുസ്മരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം അവിടത്തെ ആത്മാവിനെ സംസ്കരിച്ചു. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാനുള്ള ബോധമുണ്ടാവണം. അങ്ങനെ സംസ്കരിക്കപ്പെടുമ്പോ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അസമുസ്ലിയാര് ജീവിച്ചു പോയത് യംശൂന അലൽ അർളി ഹൗനാ, ഈ ഭൂമിയിലൂടെ ഒരു സാധാരണക്കാരനായിട്ട്. ഉസ്താദ് പറഞ്ഞില്ലേ, പാവങ്ങളായ ആളുകളോട് വല്ലാത്ത സ്നേഹം, മുത്തഅല്ലിമീങ്ങളോട് വല്ലാത്ത ഇഷ്ടം, ഇൽമിന്റെ അഹ്ലുകാരോട് ഇഷ്ടം, സാധാരണക്കാരോടൊപ്പം ജീവിച്ചു. എന്നിട്ടോ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകൾ പലതും പറഞ്ഞു. ഹസൻ മുസ്ലിയാർ അവരെ കണ്ടില്ല, പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവസാന നിമിഷം വരെ ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.